എന്താടി നീയും മലേഷും ചേർന്ന് കള്ളക്കഥ ഉണ്ടാക്കാണോ? ചെറുപ്പത്തി തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ നിന്നെ രക്ഷിച്ചു കൂട്ടിക്കൊണ്ടുവന്ന്? നിങ്ങളുടെ ഈ കഥ ഞാൻ വിശ്വസിക്കണോ? ആ കാണുന്ന കണ്ണുകൾക്ക് എന്തറിയാനാ മഹാറാണി? ചുമക്കുന്ന മനസ്സിനല്ലേ അറിയോ? ഷടാ ആണോ? കൊള്ളാലോ നിന്റെ സംസാരം. അത് ശരി, നീ മല്ലേഷിനെ എന്തുമാത്രം സ്നേഹിക്കണമെന്ന് പറഞ്ഞ് അവന് നിനക്ക് എത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞേ കേക്കട്ടെ. കാലങ്ങൾ ദൂരെ പോയാലും എന്റെ ദേഹവും കത്തിയെരിഞ്ഞാലും ആ ചാരക്കൂമ്പാരത്തിൽ നിന്നും ഒരു തരി എൻ ഏട്ടന്റെ പാദത്തിൽ പറ്റിച്ചേർന്നാൽ ഈ ജന്മം എന്റെ ശ്വാസം നിലച്ചു പോയാലും എന്റെ ഏട്ടന്റെ ശ്വാസത്തിൽ തുടരും എന്റെ ഈ ജീവിതം. വാഴും ഞാൻ നിൻ ശ്വാസത്തിൽ എന്നെന്നും എന്റെ ഏട്ടന്റെ ശ്വാസത്തിൽ ഞാനുണ്ടാകും. ക്ഷമിക്കണം മഹാറാണി, എന്റെ ഏട്ടൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് പുറത്തു മാത്രമേ ഈ പരിക്കൻ സ്വഭാവം ഉള്ളൂന്ന്. നിങ്ങൾക്ക് കുഞ്ഞിന്റെ മനസ്സാണെന്നാ പറയാറ്. നിങ്ങൾ വളരെ നല്ലവരാണെന്ന്. ഞാനും എന്റെ ഏട്ടനും നന്നായി ജീവിക്കാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ മഹാറാണി. സ്വർണ്ണാഭരണങ്ങൾ വേണോ? കൊണ്ടുപോയിക്കോ. കാശ്, പണം എന്ത് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. വൈരം, വൈഡൂര്യം എന്ത് വേണമെങ്കിലും തരാം. ഞാൻ ധരിച്ചിരിക്കുന്നത് പോലും ഊരി തരാം. നീ എല്ലാം എടുത്തോ. പക്ഷേ അവന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കണം. അതിന് നിങ്ങൾ എനിക്ക് അനുഗ്രഹിക്കണമെന്ന് മാത്രം നീ എന്റെ അടുത്ത് ചോദിച്ചു പോവരുത്. മനസ്സിലായോ? ഈ കൊട്ടാരത്തിൽ ഒരാണുണ്ട്. ഞാൻ അവനെ കണ്ടു. അവന്റെ പേര് മല്ലേഷാണെന്ന്. എവിടെയാടാ അവനിപ്പോ? എടോ കണക്ക് പിള്ള, എന്ത് പെണ്ണാടോ ഇവള്? ഒരു പെണ്ണായാൽ അടക്കം ഒതുക്കും പേടിയൊക്കെ വേണം. ഇവളൊരു പെണ്ണാണോ? എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ യജമാനെ വഴി കിടന്ന പ്രശ്നം തലേ കയറ്റി വെച്ച പോലെ ഉണ്ട്. എന്താടാ പറഞ്ഞ നീ? ക്ഷമിക്കണേ ക്ഷമിക്കണേ, അറിയാതെ പറഞ്ഞു. എന്താടാ ഇവിടെ ആർക്കും ചെവി കേട്ടൂടെ? ആണാന്ന് പറയാൻ ഇതിന്റെ അകത്ത് ഒരുത്തം പോലും ഇല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്. ഒരു ആൺ പോലും ഇല്ലല്ലേ? ഇന്ന് നിന്റെ കഥ കഴിഞ്ഞു. എന്റെ യജമാനെ കുറിച്ച് അറിയാതാണോ സംസാരിക്കുന്നത്? യജമാനെ ധൃതി കാണിക്കല്ലേ, ഒന്ന് ശാന്തനാകൂ. എടോ കണക്കപ്പിള്ള, കാട്ടില് പോയി മാന വേട്ടയാടാ. വാ. ഇനി എന്ത് പറയാനാ? ഭാര്യയുടെ അടുത്ത് ഇതൊന്നും ചെലവാത്തത് കൊണ്ട് കാട്ടില് വേട്ടയാടാൻ പോവാ. ആരാടാ നിങ്ങളൊക്കെ? മലേഷ്, അല്ല നിന്റെ പേരെന്താടാ? മലേഷ് മല്ലേഷ്. അതെനിക്കറിയാം. പക്ഷെ നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണം. ഇവിടെ എന്താടോ നടക്കുന്നത്? ഞാൻ ഇവരെ പയറ്റ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ തമ്മിൽ കളിക്കുമ്പോ എന്താടാ ഒരു രസം? പക്ഷെ പെണ്ണുങ്ങളുടെ കൂടെ പയറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ യജമാനത്തി. അതിന് എന്നെ പോലെ ഒരു പെൺകുട്ടിയോടെ കളിച്ചാലല്ലേ അറിയൂ ജയിക്കുന്നത് എത്ര കഷ്ടമെന്ന്. ഇതുവരെ ഒരു ജയവും എന്നെ ജയിച്ചിട്ടില്ല. യജമാനത്തി, യജമാനെ ഞാൻ ആരാണടാ? മാലാഖയെ പോലെയാണ്. അപ്പൊ നിങ്ങൾക്കോ? പിന്നെ എന്താടാ ആലോചിക്കുന്ന? പറയുന്നത് അനുസരിക്ക് യജമാനത്തി. പിന്നെ എന്തെങ്കിലും പ്രശ്നമാവും? നിങ്ങൾ ചോദിച്ചാലാണ് പ്രശ്നം, ഞാൻ ചോദിച്ചാലില്ല.
എല്ലാവരും കാതടച്ചേ. എനിക്ക് നിന്നെ ഇഷ്ടമായിടാ. ഞാൻ നിന്നെ വിടില്ല. നീ സമ്മതിക്കേ ഈ കൊട്ടാരത്തിന്റെ യജമാനനാക്കാം. എന്റെ അടുത്ത് തോറ്റതോർത്ത് നീ വിഷമിക്കണ്ട. നീ ജയിക്കേണ്ട സ്ഥലം വേറെയാണ്. അവിടെ നീ ജയിച്ചേ പറ്റൂ. വേണ്ട, അവരെ ഒന്നും ചെയ്യരുത്. അവരെ വെറുതെ വിട്ടേക്കൂ. ഞാൻ കൊതിച്ച എന്റെ സ്വർണശില്പമേ, അവളുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്. ഞാൻ പറഞ്ഞത് സമ്മതിച്ചിരുന്നെങ്കിൽ 100 വർഷം നിനക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ നീ ഇപ്പൊ ഇവിടെ ഒരു നിമിഷത്തിനാവും മരിക്കും. എന്താടാ ഭീംറാവ്, അവനെ കൊല്ലാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? ആ കത്തി താഴെ ഇട്. താഴെ ഇട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും. മനസ്സിലായോ? എന്താടി ചെയ്യുന്നേ? കൊണ്ട് കളിക്കുകയാണോ നീ? നീ കാഞ്ചി വലിച്ചാ ഞാൻ ചാകും. നീ എന്റെ ഭാര്യയാണോ അവന്റെ ഭാര്യയാണോ? മല്ലേഷ് പോ. ഇനി ഇവിടെ നടക്കാൻ പോണ കഥ ഞാൻ നോയിക്കോളാം. നീ പോയിക്കോ. ഡാ, അവനെ പോവാൻ അനുവദിക്ക്. എടി ദ്രോഹി, കെട്ടിയ ഭർത്താവിനെ മാനിക്കാതെ എന്റെ കാൽ നക്കുന്ന നായ്ക്കൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നോ? വൃത്തികെട്ടവള്. മിണ്ടാതിരിക്കടാ. ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. കൈ കിട്ടുന്നതൊക്കെ കൊണ്ടുപോയാലേ അതിന്റെ പേര് മോഷണം എന്നാണ്. അവളായിട്ട് നിന്നെ അന്വേഷിച്ചു വന്നാൽ യജമാനൻ എന്ന് പറയും. എന്റെ ഭർത്താവ് ഒരു യജമാനനാ. മല്ലേഷിനെ ഈ കൊട്ടാരത്തിൽ വെച്ച് കൊന്നാൽ നീ ഒരു ദ്രോഹിയാവും. എന്നാൽ പുറത്തു വെച്ച് കൊന്നാൽ വേട്ടയാടി കൊന്നു പറയും. അന്ന് നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ മാൻ വന്ന് കിടന്നാൽ സിംഹത്തിന് പിന്നെ എന്താ വിലയെന്ന്? സിംഹം വേട്ടയാടണം, മാൻ ഓടി ഒളിക്കണം. അങ്ങനെ വേണം നിന്നെ എതിർത്ത മല്ലേഷിന്റെ കഥ അവസാനിക്കേണ്ടത്. നീ ആഗ്രഹിച്ച രുദ്രാംഗി നിനക്ക് സ്വന്തമാകണം. മഹാറാണിമാരിങ്ങനെയാ വേണ്ടത്. നിന്നെ പോലൊരു മഹാറാണിയെ കിട്ടിയാ ഞാൻ ഭാഗ്യവാനാണ്. എന്താ കണക്കപ്പിള്ളേ, നന്നായി കേട്ടില്ലേ? യജമാന് പറ്റിയ യജമാനി അമ്മ. ജോഡി പൊരുത്തം ഇങ്ങനെ ആയിരിക്കണം. കേട്ടോണ്ടിരിക്ക. കേട്ടതുകൊണ്ട് എന്റെ ദേഹമൊക്കെ ഇങ്ങനെ പുളകം കൊണ്ടിരിക്കുന്നേ. നീ വേട്ടയാടണം. ചിലർ മുന്നിൽ നിന്ന് വേട്ടയാടും, ചിലർ മുതുകിന് പിന്നിൽ നിന്ന് വേട്ടയാടും. ഞാൻ ഇര നൽകി വേട്ടയാടും. ഭീമരാവ് ദേശ്മുഖാണ് ഞാൻ.